നമുക്ക് ചുറ്റും തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്കായി ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ടെങ്കിലും അതിന്റെ ആശയത്തെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കുന്ന സ്ഥാപനമാണ് കൊച്ചി കടവന്ത്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എജ്യൂപാത്ത് സ്കില്ലഞ്ച് LLAP. സ്ഥാപനത്തിന്റെ അക്കാദമിക വിഭാഗം ഡയറക്ടർ ജോർജ് വിജെ സംസാരിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ പേര് എന്ന് പറയുന്നത് എജ്യൂപാത്ത് സ്കില്ലഞ്ച് LLP എന്നുള്ളതാണ്. അത് അറിയപ്പെടുന്നത് സ്കില്ലഞ്ച് എന്ന ഒരു ബ്രാൻഡ് നെയിമിലാണ് അറിയപ്പെടുന്നത്. ഈ സ്കില്ലഞ്ച് പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഏതാണ്ട് 17 കൊല്ലത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ചും ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ അനുഭവ സമ്പത്ത് ഉള്ള വ്യക്തികളാണ് ഇതിൻ്റെ പിന്നിലുള്ള ഞങ്ങളുടെ ഒരു ചിന്താഗതി പ്രത്യേകിച്ചും കോവിഡാനന്തര കേരളത്തിൽ യുവജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ചില കോഴ്സുകളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങി. മാറിയ സാഹചര്യത്തിൽ നമുക്കറിയാം, കേരളത്തിൽ മിടുമിടുക്കന്മാർക്കും ഒരുപാട് അവസരങ്ങളുണ്ട്. എന്നാൽ ആവറേജ്, ബിലോ ആവറേജ്, അതായത് സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ആ ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് അവരെ ഫോക്കസ് ചെയ്ത് അവരെ സ്വന്തം കാലിൽ നിർത്താൻ പ്രാപ്തരാക്കുന്ന ആ മേഖലയെക്കുറിച്ചാണ് ഞങ്ങൾ സ്കില്ലഞ്ച് പ്രധാനമായിട്ടും ചിന്തിച്ചത്. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇന്നത്തെ മാറിയ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ യുവജനങ്ങൾക്ക് നല്ല ഏതാനും കോഴ്സുകൾ സ്കില്ലഞ്ച് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ യുവജനങ്ങൾ നമുക്കറിയാം, കേരളത്തിലെ തൊഴിലവസരങ്ങളുടെ അഭാവം മൂലവും മറ്റ് പല കാരണങ്ങളാലും വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദേശത്തേക്ക് പോയി ഒരു വിദേശ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റ് നേടുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 12 മുതൽ 20-24 ലക്ഷം രൂപ വരെ അവർ സാധാരണ കുട്ടികളെ സംബന്ധിച്ചോളം മുടക്കുക എന്ന് പറയുന്നത് വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. ആ സ്ഥാനത്താണ് സ്കില്ലഞ്ച് ചിന്തിച്ചത്, കേരളത്തിൽ തന്നെ പഠിച്ചുകൊണ്ട് ഒരു 6 മാസം കൊണ്ട് വിദേശ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള, അതും ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റ് തുച്ഛമായ എമൗണ്ടിൽ സ്വായത്തമാക്കാൻ കഴിയുന്ന കോഴ്സുകളാണ് സ്കില്ലഞ്ച് വിഭാവനം ചെയ്തിരിക്കുന്നത്. സാധ്യതകളെ വേണ്ട വിധം ഉപയോഗിച്ച് അതിനൂതനമായ കോഴ്സുകളാണ് സ്ഥാപനം ആവിഷ്കരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുമെന്ന് ഈ സ്ഥാപനം ഗ്യാരണ്ടി നൽകുന്നു. സ്കില്ലഞ്ചിൻ്റെ എല്ലാ കോഴ്സുകളും 10ാം ക്ലാസ് പാസ്സായ, ചില കോഴ്സുകൾ +2 പാസ്സായ കുട്ടികളെ ഉദ്ദേശിച്ചാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് കൂടുതലും നൈപുണ്യം, കരവിരുത് അത് വികസിപ്പിക്കുന്ന രീതിയിലുള്ള, ഉദാഹരണമായിട്ട് നമുക്ക് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു അഡ്വാൻസ് കോഴ്സുണ്ട്. അതാണ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇൻ സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. ആ ഒരു കോഴ്സ് +2 ആണ് യോഗ്യത. 6 മാസത്തെ ദൈർഘ്യമുള്ള ഈ കോഴ്സ്, ഇത് ഓസ്ട്രേലിയ മെൽബോണിലുള്ള സ്വെൻബേൺ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ, ആ യൂണിവേഴ്സിറ്റിയുടെ വേൾഡ് റാങ്കിങ്ങുള്ള ഈ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഇതുപോലെ 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യത ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ടെക്നോളജിയുടെ കോഴ്സുണ്ട്. അതുപോലെ തന്നെ ഫൈബർ ഓപ്റ്റിക് ടെക്നോളജിയുടെ കോഴ്സുമുണ്ട്. ഈ 2 കോഴ്സുകൾക്കും അംഗീകാരം ലഭിച്ചിരിക്കുന്നത് മലേഷ്യയിലുള്ള ഏഷ്യ പസഫിക് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ, അതും വേൾഡ് റാങ്കിങ്ങുള്ള യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഇതുപോലെ സ്കില്ലഞ്ചിൻ്റെ മാത്രം ഒരു പ്രോഡക്റ്റാണ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇൻ മൾട്ടി സ്കിൽ വിജിലൻറ്റ് ഓഫീസർ ആൻഡ് മൾട്ടി സ്കിൽ വിജിലൻസ് സ്റ്റുവാർഡ്. ഈ 2 കോഴ്സുകൾ. ഇതിൽ മൾട്ടി സ്കിൽ വിജിലൻറ്റ് ഓഫീസർ എന്ന കോഴ്സ് +2 പാസ്സായിരിക്കണം. സ്റ്റുവാർഡിനാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് മാത്രം യോഗ്യത മതിയാകും. ഈ കോഴ്സ് ഡിസൈൻ ചെയ്തത് സ്കില്ലഞ്ചിൻ്റെ തന്നെ ഡയറക്ടേഴ്സ് അവരുടെ അനുഭവ സമ്പത്തിൽ നിന്നും ഇന്നത്തെ സാഹചര്യത്തിനൊത്ത് വിവിധ മേഖലകളിൽ, ഇത് സെക്യൂരിറ്റി മേഖലയിൽ ബന്ധപ്പെട്ട കോഴ്സാണ്. ഇതൊരു സെക്യൂരിറ്റി സൂപ്പർവൈസർ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതിന് വേണ്ടതായ മിനിമം ശാരീരിക യോഗ്യത ഉണ്ടാകണം. നമ്മുടെ ഡിഫൻസ് സർവീസിൻ്റെ ഒരു യൂണിഫോം ഫോഴ്സിൻ്റെ എന്താണോ ശാരീരികക്ഷമത വേണ്ടത്, ആ ശാരീരികക്ഷമത ഉള്ള കുട്ടികൾക്കാണ് ഈ ഒരു കോഴ്സ് പ്രയോജനപ്പെടുന്നത്. ഈ കോഴ്സിൻ്റെയും അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഏഷ്യ പസഫിക്
യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി മലേഷ്യ അവരുടെ അംഗീകാരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കോഴ്സിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് ഗവൺമെൻറ്റിലെ CSF എല്ലാം പല മേഖലകളിൽ നിന്നും അവരുടെ ഫോഴ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് പ്രൈവറ്റ് മേഖലകളിലേക്കാണ് അതിൻ്റെ സെക്യൂരിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഒരൊറ്റ പ്രോഗ്രാമിലൂടെ തന്നെ വിവിധ തലങ്ങളിൽ ട്രെയിനിങ് വിഭാവനം ചെയ്തിട്ടുണ്ട് ഈ കോഴ്സിൽ. എക്സാമ്പിൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ATMൻ്റെ കൗണ്ടറിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു യൂണിഫോം ഇട്ട ഒരു സെക്യൂരിറ്റി അത് കാണും. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി അല്ല നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഈ കോഴ്സിനകത്ത് ഒരു ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഒരു എയർപോർട്ടിൻ്റെയൊക്കെ സെക്യൂരിറ്റി എന്നുള്ളത് വിവിധ ടയറുകളായിട്ടാണ്. അതിലെ ഔട്ടർ ടയർ സെക്യൂരിറ്റി ആകുമ്പോഴത്തേക്കിന് ഇന്നലെ പല ടയറുകളും പല ലെവൽ ഓഫ് സെക്യൂരിറ്റീസ് ഇന്ന് പ്രൈവറ്റ് മേഖല ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക്, ആ സെക്യൂരിറ്റിക്ക് വിവിധ മേഖലകളിലെ പ്രാവീണ്യം വേണം. ഒരൊറ്റ മേഖല മാത്രം പോരാ. ഇപ്പോൾ എക്സാമ്പിൾ ഒരു എവിഡൻസ്, ഒരു ഇൻസിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ എവിഡൻസ് എങ്ങനെ എടുക്കാം, അപ്പോൾ CCTVയുടെ കുറിച്ചുള്ള നോളജ് ഉണ്ടാകണം. അതിൻ്റെ എങ്ങനെ എവിഡൻസ് എടുക്കാം, ആ മേഖല ഉൾപ്പെടുന്നുണ്ട്. ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രിസ്കിങ്, ഇപ്പോൾ നമുക്കറിയാം ബോഡി പരിശോധിക്കാനുള്ള അതെങ്ങനെ വേണം. അതുപോലെ ഒരു ആംസ് ഉണ്ടെന്നുള്ള ആംസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ബാഗേജ് അതിനകത്ത് എന്തെങ്കിലും എക്സ്പ്ലോസീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം, അതിനെങ്ങനെ നമ്മൾ കൗണ്ടർ ചെയ്യാം. അതുപോലെ ഒരു തീവ്രവാദിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് കീഴ്പ്പെടുത്താം. ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു സിലബസിനകത്ത് നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു മൾട്ടി സ്കിൽ എന്ന് നമ്മൾ ആ വാക്കിനെ ഉപയോഗിക്കുന്നത്. സെക്യൂരിറ്റിയിലെ ഒരു സൂപ്പർവൈസറി ജോബിനേക്ക് ഇന്ന് ഒരുപാട് ഡിമാൻഡുള്ള ഒരു മേഖലയാണ് ഈ സെക്യൂരിറ്റി മേഖല എന്ന് പറയുന്നത്. സ്ഥാപനത്തിലെ കോഴ്സുകൾക്ക് ലഭിച്ച സ്വീകാര്യത ഏറെ ശ്രദ്ധേയമാണ്. വിവിധ ജില്ലകളിലായി ഒട്ടനവധി ബ്രാഞ്ചുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് സ്കിൽ എഞ്ചിന് ഇപ്പം കേരളത്തിൽ 8 ബ്രാഞ്ചുകളുണ്ട്. അത് വിപുലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊല്ലം, അതുപോലെ തന്നെ ഏറ്റുമാനൂർ, ചേർത്തല, എറണാകുളം കലൂരാണ് പ്രധാന ബ്രാഞ്ച്. എറണാകുളത്ത് കടവന്ത്രൻ്റെ കോർപ്പറേറ്റ് ഓഫീസ്, അതുപോലെ തന്നെ വേറെ ബ്രാഞ്ച് തൃശ്ശൂർ ഇപ്പോൾ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തു. വടകരയുണ്ട്, അതുപോലെ തന്നെ തിരൂരുണ്ട്. ഇത്രയുമാണ് കേരളത്തിൽ നിലവിലുള്ള ബ്രാഞ്ചുകൾ. അടുത്ത കേരളത്തിലെ ഓരോ ജില്ലകളിലും ഓരോ ബ്രാഞ്ച് ആണ് സ്കിൽ എഞ്ചിൻ വിഭാവനം ചെയ്യുന്നത്. എന്തുകൊണ്ട് എഡ്യൂപാത്ത് സ്കിൽ എഞ്ച് LLAP തിരഞ്ഞെടുക്കണം എന്ന ഒരു രക്ഷിതാവ് ചോദിക്കുകയാണെങ്കിൽ അനുഭവങ്ങളുടെയും വിജയങ്ങളുടെയും അടിസ്ഥാനത്തിൽ കൃത്യമായ വിശദീകരണം ഈ സ്ഥാപനം നൽകും. സാധാരണ ഞങ്ങളുടെ 15-20 കൊല്ലത്തെ അനുഭവ സമ്പത്ത് കൊണ്ട് ഈ മേഖലയിലേക്ക് വന്നപ്പോഴത്തേക്കിന് പ്രധാനമായിട്ടും കുട്ടികളുടെയും പേരൻസിൻ്റെയും കൺസേൺ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, 2 ഈ കോഴ്സ് പഠിപ്പിക്കാനായിട്ട് ആ കുടുംബത്തിന് അഫോർഡ് ചെയ്യാൻ സാധിക്കുമോ, 3 ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് എന്തെങ്കിലും മൂല്യമുണ്ടോ, അംഗീകാരമുണ്ടോ. ഈ കുട്ടികളുടെയും പേരൻസിൻ്റെയും ഈ ഒരു കൺസേൺ ആണ് ആദ്യം ഞങ്ങൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ബാച്ച് ലിഫ്റ്റ് ടെക്നോളജിയിലെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. APU യൂണിവേഴ്സിറ്റി, ഏഷ്യ പസഫിക് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഇന്നോവേഷൻ, നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ഏകദേശം 45 വർക്കിംഗ് ഡേയുടെ കാലതാമസം വരുന്നുണ്ട്. ആ എക്സാം പാസ്സായി ആ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ആ കൺവക്കേഷൻ സെറമണിയിൽ ഈ കുട്ടികൾക്ക് ഓഫർ ലെറ്റർ ഞങ്ങൾ പ്രദാനം ചെയ്തു. ഗെയിൻ എലിവേറ്റേഴ്സ് എന്ന കമ്പനിയാണ് ഈ കുട്ടികളെ അബ്സോർബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 6 മാസം കൊണ്ട് ഒരു വിദേശ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള കോഴ്സ് പഠിച്ച് സാധാരണ കുട്ടികൾ പ്ലേസ് ആകുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് പ്ലേസ്മെൻറ്റായി. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ വെറും പരസ്യമല്ല, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് ഈ സ്കിൽ എഞ്ച്. സ്കൂൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേകമായി ചില ഹ്രസ്വകാല കോഴ്സുകളും ഈ സ്ഥാപനം ഒരുക്കി നൽകുന്നുണ്ട്. ഇതേറെ ഉപകാരപ്രദമാണെന്ന് കോഴ്സ് പൂർത്തിയാക്കിയവർ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. എല്ലാ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും സേഫ്റ്റിയെക്കുറിച്ച് ഒരു അവയർനെസ് നടത്തിയിരിക്കണം, അവരെ ബോധവൽക്കരിക്കണം. പെട്ടെന്ന് ഒരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സാഹചര്യത്തെ കുട്ടികൾ അങ്ങനെ നേരിടും. ആ സ്റ്റാഫ്, സ്കൂളിലെ അധ്യാപകരെങ്ങനെ അതിന് കൈകാര്യം ചെയ്യും. അത് ഗവൺമെൻറ് സർക്കുലർ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ട്രെയിനിങ് കൊടുക്കാൻ പ്രാവീണ്യമുള്ള കേപ്പബിളായിട്ടുള്ള വ്യക്തികൾ ചുരുക്കമേ ഉള്ളൂ. സ്കിൽ എഞ്ച്
അങ്ങനെ ഉള്ള കോർപ്പറേറ്റ് ട്രെയിനിങ്ങുകളും ഒരു കോർപ്പറേറ്റ് ഡിവിഷനുണ്ട്. കോർപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കാനുള്ള സ്കൂളുകൾക്ക് മാത്രമല്ല, എവിടെ ഈ ഒരു സേഫ്റ്റി ആവശ്യമുണ്ടോ, ഫാക്ടറികളാകാം, വർക്ക്ഷോപ്പുകളാകാം, വലിയ മാളുകളാകാം, അല്ലെങ്കിൽ ഹോട്ടലുകളാകാം, എവിടെ ഒരുപാട് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ടോ, അവർക്ക് ഒരു പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനെ നേരിടാനായിട്ട് പ്രത്യേകിച്ചും ഫയറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട പല പല സേഫ്റ്റികൾ ഉണ്ട്. ആ സേഫ്റ്റികളെക്കുറിച്ച് അവർക്ക് വേണ്ടതായ ബോധവൽക്കരണം നടത്താനായിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ് ഡിവിഷൻ കൂടെ സ്കിൽ എഞ്ചുണ്ട്. ഈ സ്കിൽ എഞ്ചിൻ്റെ ഈ ഡിവിഷൻ ഈ സ്കൂളുകളിലും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലും പോയിട്ട് അവിടുത്തെ തൊഴിലാളികളെ ആ സാഹചര്യത്തിന് അനുസൃതമായിട്ട് എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളത്, അവിടെയുള്ള സേഫ്റ്റി അപ്ലയൻസസ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ ലൈവായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് വേണ്ട പരിശീലനം നൽകുന്നുണ്ട്. സ്ഥാപനത്തിന്റെ കോഴ്സുകളെല്ലാം ഹ്രസ്വകാലയളവിലുള്ളതാണ്. എല്ലാ കോഴ്സുകൾക്കും കൃത്യമായ പരിശീലനങ്ങളും പ്ലേസ്മെന്റും നൽകി വരുന്നു. സ്കിൽ എഞ്ച് വിഭാവനം ഈ കോഴ്സുകളെ കുറിച്ച് വിഭാവനം ചെയ്യപ്പെടുത്തേക്കുന്നത് ആദ്യമേ യുവജനങ്ങളിടയിൽ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയായിരുന്നു. ഇന്നത്തെ കേരളത്തിലെ യുവജനങ്ങൾ പ്രത്യേകിച്ചും 2019 ശേഷം ആരും ദീർഘകാലമുള്ള, അതായത് 3 വർഷത്തെയോ 4 വർഷത്തേക്കുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾ പോകാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലാവർക്കും ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സുകളാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് സ്കിൽ എഞ്ചിൻ്റെ കോഴ്സുകളെല്ലാം മാക്സിമം ഡ്യൂറേഷൻ 6 മാസമായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 6 മാസം പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു ജോലിക്ക് ക്വാളിഫൈഡ് ആകുന്ന കോഴ്സുകളായിരിക്കണം. അപ്പോൾ ഇന്ന് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒന്നൊരു സേഫ്റ്റി മേഖല. ഇപ്പോൾ സ്കിൽ എഞ്ചിൻ വിഭാവനം ചെയ്തിരിക്കുന്ന PDP SMS എന്ന സേഫ്റ്റി മേഖല 5 മേഖലകളാണ് കവർ ചെയ്യുന്നത്. ഓക്കുപേഷണൽ ഹെൽത്ത് സേഫ്റ്റി എൻവിറോൺമെൻറ്റ്, പ്രോസസ് സേഫ്റ്റി, കൺസ്ട്രക്ഷൻ സേഫ്റ്റി, ഇൻഡസ്ട്രിയൽ സേഫ്റ്റി, ഫയർ ആൻഡ് സേഫ്റ്റി. അതുപോലെ ലിഫ്റ്റ് ടെക്നോളജി. ഇതും 6 മാസത്തെ കോഴ്സ്. മെയിനായിട്ട് ലിഫ്റ്റ് മേഖലയിൽ അനന്ത സാധ്യതയുള്ള ഒരു മേഖലയാണ് ലിഫ്റ്റ് മേഖല എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ എന്നെ സംബന്ധിച്ചോളം ഈ കമ്പനിയിലേക്ക് പഠിച്ചിറങ്ങിയ കുട്ടികളില്ല കൊടുക്കാനായിട്ട്. ഡിമാൻഡ് ഈസ് മോർ, സപ്ലൈ ഈസ് ലെസ്. അതാണ് ലിഫ്റ്റിൻ്റെ. ഇതേപോലെ തന്നെയാണ് ഫൈബർ ഓപ്റ്റിക് ടെക്നോളജിയുടെ ആ മേഖല. ലോകം ഇന്ന് ആ ഫൈബറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 മാസം കൊണ്ടാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനും ജോലി സാധ്യത വളരെയേറെയാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി മേഖലയായിട്ട് ബന്ധപ്പെട്ട മൾട്ടി സ്കില്ല് വിജിലൻസ് ഓഫീസർ, മൾട്ടി സ്കില്ല് വിജിലൻസ് സ്റ്റുവാർഡ്, ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള കോഴ്സാണ്. 6 മാസത്തെ ഡ്യൂറേഷനുള്ള കോഴ്സ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നാണ് ഒരു ഇൻഡസ്ട്രിയുടെ അല്ല മാർക്കറ്റിന് വേണ്ടതായ റിക്വയർമെൻ്റ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ കരിക്കുലവും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ പ്രാക്ടിക്കൽ ലൈവായിട്ടാണ് നമ്മൾ ഫിസിക്കൽ പ്രാക്ടിക്കലാണ് കൊടുക്കുന്നത്. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ സ്കിൽ എഞ്ചിന് ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് പറയുന്നത് സ്കിൽ എഞ്ച് ഒറ്റയ്ക്കല്ല. സ്കിൽ എഞ്ചിൻ്റെ കൂടെ സിനർജൻ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര കമ്പനി കൂടെയുണ്ട്. സ്കിൽ എഞ്ചും സിനർജനും കൂടെ എപ്പോഴും ജോയിൻ്റായിട്ടാണ് ഈ കോഴ്സുകൾ നടത്തുന്നത്. സിനർജൻ ഓയിൽ ഗ്യാസ് അക്കാഡമി ഇന്ന് ലോകത്ത് 7 രാജ്യങ്ങളിലുള്ള ഒരു കമ്പനിയാണ്. ഇത് മലേഷ്യ ബേസ്ഡ് ആയിട്ടുള്ള സിനർജൻ. ആ സിനർജൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് സ്കിൽ എഞ്ച് എല്ലാ കോഴ്സുകളും വിഭാവനം ചെയ്തിരിക്കുന്നതും അത് ലോഞ്ച് ചെയ്തിരിക്കുന്നതും. തൊഴിലധിഷ്ഠിത കോഴ്സുകൾ അന്വേഷിക്കുന്നവർക്ക് എജ്യൂപാത്ത് സ്കിൽ എഞ്ച് LLAP ധൈര്യമായി തിരഞ്ഞെടുക്കാം. വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിൽ പരിശീലനം നൽകി ഒപ്പം തൊഴിൽ കൂടെ ഉറപ്പാക്കാൻ ഈ സ്ഥാപനം നേരിട്ടിടപെടുന്നു.